വെൽക്കം ബാക്ക് ബോയ്സ്. നമ്മൾ ആക്ച്വലി കരിയത്തുംപാറ പോവുകയാണ്. നമ്മൾ ആദ്യം പോയായിരുന്നു, പക്ഷെ അത് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി കയ്യിൽ പൈസ വേണമെന്ന് പറഞ്ഞു. ഗൂഗിൾ പേയിൽ മാത്രം പൈസ ഉള്ളതുകൊണ്ട് നമുക്കവിടെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്നുകൂടെ പോവാണ്. ഇപ്രാവശ്യം കൂടെ കസിനുണ്ട്, പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം കറൻ്റ്ലി വേറൊരു എക്സ്പൾസ് ഉണ്ട്, ഒരു ഹിമാലയൻ ഉണ്ട്, ഒരു ബുള്ളറ്റും ഉണ്ട്. ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള കട്ടൻ ചായയും ഒരു ഓംലെറ്റൊക്കെ കഴിക്കാൻ തോന്നുന്നു. വിശക്കണ്. പക്ഷെ ഗ്രൂപ്പ്സിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സൈഡിലേക്ക് കഴിക്കാനോ നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നടക്കില്ല. നമ്മൾ സോളോ ആകുമ്പോൾ പിന്നെ സീനില്ല, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇറങ്ങി പോകാമല്ലോ. വാടിക്കൽ എന്നുള്ള സ്ഥലത്താണ്. റോഡ്സ് ആർ പ്രിറ്റി ഗുഡ്. നോർമലി നമുക്ക് കിട്ടുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ടാർമാറ്റ് റോഡ്സ് കിട്ടിയിട്ടുണ്ട്. മുമ്പിൽ അതാ പോണ 3 വണ്ടികൾ, ഹിമാലയൻ, എക്സ്പൾസ് ആൻഡ് ബുള്ളറ്റ്. അവർ 3 ആളും ഒന്നിച്ചില്ല ചെയ്യുന്നു. ഞാനിങ്ങനെ ബാക്കിൽ പയ്യെ അധികാരം വെറുപ്പിക്കാതെ ഇങ്ങനെ പോകണം. സോ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ആണല്ലോ നമ്മൾ സപ്പോർട്ട് ഏത്. അപ്പം ഒന്ന് സബ് അടിക്കാം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റയിലും പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ അടിക്കാം. നിർബന്ധിക്കുന്നില്ല ഇൻസ്റ്റ, പക്ഷേ യൂട്യൂബ് ഞാനൊന്ന് വെറുപ്പിക്കും. സമയം 7 മണി ആയിട്ടുണ്ട്, 6:52. ഓക്കെ, എനിവേ 7 മണി. നല്ല അടിപൊളി മഞ്ഞിപ്പോഴും നമ്മളെ മുമ്പിലുണ്ട്. മഞ്ഞ് മാറിയിട്ടൊന്നുമില്ല. അടിപൊളി മഞ്ഞ്. ഓ, എൻ്റെ കയ്യിൻ്റെ വിരലിലുള്ള കൂടെ കയറി കാലിൻ്റെ അടി വരെ എത്തിയത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഹൈപ്രാക്റ്റിക് ആയത്. ഞാനൊന്ന് ഇത് വെച്ചാട്ടെ, മാപ്പ് വെച്ചാട്ടെ. അവന്മാർ കുറച്ച് ദൂരേക്ക് പോയെന്നാണ് തോന്നുന്നു. അധികം റോഡിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു മനസ്സുഖമുണ്ട്. ഒറ്റയ്ക്ക് ഇത്രയും ഫുള്ള് റൈറ്റും ലെഫ്റ്റിലും മൊത്തം എന്താ പറയുക, റബ്ബർ തോട്ടവും നല്ലൊരു മഞ്ഞും, വളരെ ഒരു നല്ല മൂഡ് ഫീല്. കേരള ഈസ് ബ്യൂട്ടിഫുൾ മാൻ, ബട്ട് കേരള റൂൾസ് ആർ ശോകം. തിരയാടും തിരമാലകളകലെ മൂളി. ഓരോ 250 മീറ്റർ വെക്കുമ്പോൾ ഞാൻ വണ്ടി നിർത്തുക ഫോട്ടോ എടുക്കാൻ. കാരണം ഒരു രക്ഷയില്ലാത്ത വ്യൂ മാൻ. രണ്ട് റൂട്ടും 2 വൈബാണ്. റോഡ്സ് ആർ പ്രിറ്റി ഗുഡ് ഓൺ ബോത്ത് റൂട്ട്സ്, ബട്ട് വൈബ്സ് വേറെയാണ്. കാരണം ഇവിടെ ഫുള്ള് എന്താ പറയുക, റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റബ്ബർ തോട്ടങ്ങളും നല്ല മാസീവ് വ്യൂ ആണ്. മറ്റേടത്തെന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രോപ്പർ കാട് പോലെ ആയിരിക്കും 2 സൈഡിലും. ഇതിങ്ങനെ റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ കിടക്കുക, റബ്ബർ തോട്ടങ്ങളും പിന്നെ വേറെന്തോ തോട്ടങ്ങളും. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ കാണാൻ നല്ല ഹരമുണ്ട്. എന്താ ചില സമയങ്ങളിൽ എനിക്ക് തോന്നും ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണുള്ളതെന്ന്. പക്ഷേ റോഡുകൾ കാണുമ്പോൾ മനസ്സിലായി ഞാൻ കേരളത്തിലാണെന്ന്. എന്താ കേരള റോഡ്സ് ഫക്ട് അപ്പ് ആണല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നല്ല റോഡാണ്. എപ്പോഴും ഇങ്ങനെയാ, എന്ത് നല്ല പറഞ്ഞു അതിൻ്റെ അടുത്ത് സീനായിരിക്കും. ഭയങ്കര സീൻ റോഡായിരുന്നത്. അയ്യോ, കിളി മാറിപ്പോയി. മറ്റേ റോഡ് തന്നെ പിടിച്ച് വന്നാൽ മതി, അതാ കുറച്ചുകൂടെ സുഖം. അത്തോളി റൂട്ട്, പുള്ളിയേരി, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ റൂട്ട് തന്നെ കുറച്ചും കൂടെ ഹരം. സ്ട്രെയിറ്റ് റൂട്ടിൽ കെട്ടിട്ടുണ്ടെങ്കിൽ വിഷയമില്ല, വെട്ടിച്ച് പോകുമെന്ന് വിചാരിക്കും. പക്ഷേ ഈ വളവിലും തിരുവിലും ഒക്കെ കുഴി വരുമ്പോൾ കുറച്ച് സീനാണ്. കാരണം അങ്ങനെ പെട്ടെന്ന് വെട്ടിക്കാൻ പറ്റില്ല. ഇവരിവിടെ നിർത്തിയോ? ഓട്ടയപ്പൻ്റെ ഹലോ സാർ, നോക്കട്ടെ. എടാ, എപ്പോഴും വരുന്ന സ്ഥലത്ത് തന്നെ അവസാനം തിരിച്ചെത്തി. ഇതേ ഈ ഒരു സ്പോട്ട്. അന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി കട്ടൻ ചായ എടുത്തിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആക്ച്വലി ക്ലൈമറ്റ് അടിപൊളിയാണ്. അന്ന് ഞാൻ വന്നപ്പം വൻ വെയിലായിരുന്നു. പിന്നെ ഇവിടേക്ക് വണ്ടി ഇറക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പം ഈ ഭാഗത്തൊക്കെ ഇടിയുന്നതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന് പറഞ്ഞു. അവിടെ ആക്ച്വലി കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം കുറച്ചൊരു വെയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടേക്ക് ഇറങ്ങിയിരുന്ന് കുറച്ച് മോക്ക് കേക്കിട്ടാണ് പോയെ. എടാ, ഇവിടെ വന്നില്ലേ നിങ്ങൾ? ഇവിടെ വന്നില്ലേ? ഇല്ലല്ലേ? ഇവിടെ ആദ്യം വണ്ടി ഇറക്കിയായിരുന്നു. ഇപ്പോൾ വണ്ടി ഇറക്കുന്ന സീന് അവിടെ വരെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ കല്ലൊക്കെ വെച്ചെന്താ കക്കയത്തിൻ്റെ അതും വരുന്നല്ലേ? അല്ല, ഈ റൗണ്ട് തന്നെയാ.
ഇല്ല, അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കൂടെ വേറൊരു വഴി പറഞ്ഞെന്ന് മൂപ്പര്, അതിലൂടെ പോയേക്കാം. അതിൽ ബൈക്കേറ്റാ ചെക്കൻ മൂഡ് മറ്റേ സാധനം ചെയ്യാം, സെറ്റാക്കാം. ഇപ്പം നല്ല കോസ്റ്റ്യൂമിലാണ് വന്നത്. പക്ഷെ ഇവിടുത്തെ വെള്ളത്തിനൊരു ഗുണമുണ്ട്, നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കും. ഇതുണ്ടോ, ഉരുപ്പി ബാഗ് ഉരുപ്പി, നല്ല പ്യോർ വെള്ളമായിരിക്കും. നമ്മൾ ഡയറക്റ്റ് താഴോട്ട് കാണാം. അവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടിലും റീൽസിൻ്റെ ഷൂട്ടിലൊക്കെയാണ്. ഞാനിവിടെ അല്ലറ ചില്ലറ ഫോട്ടോഷൂട്ട്സിലൊക്കെയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ എന്തായാലും ഇവിടെ നൈസായിട്ട് ടൈം ലാപ്സ് ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്തെങ്കിലും എലമെൻ്റിൻ്റെ അകത്ത് കയറും അറിയില്ല, നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ എസ്കേപ്പ് ചെയ്യാണ്. ഇനി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കണം. അപ്പം മൂപ്പര് ഇവിടെ വന്നിട്ട് മോനെ ഇറങ്ങിപ്പോക്കോ, അവിടെ വണ്ടി വെക്കരുത്, അപ്പുറത്ത് വണ്ടി വെച്ചോ. നടന്നു വരുന്നതിന് കുഴപ്പമില്ല കേട്ടോ, പ്രശ്നമില്ല, വണ്ടി വഴിയിൽ വെക്കാണ്ടെന്നാൽ മതി. ബട്ട് സ്റ്റിൽ ദ വ്യൂ ഈസ് ഓസം മാൻ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് റോഡുണ്ടെന്നാണ് പറഞ്ഞത്. ആ റോഡിന് കയറിയാൽ വണ്ടി ഇറക്കാം, കുറച്ചൊരു നല്ല വ്യൂ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. എൻ്റെ മോൻ, ഈ വ്യൂ അടിപൊളിയാണല്ലോ. അവിടെ നിർത്ത വണ്ടി തൽക്കാലം. അവിടേക്ക് ഇറക്കാൻ പറ്റുമോ എനിക്കറിയില്ല, ഇറക്കി വയ്ക്കാലോ. പെട്ടെന്ന് പിക്ക് എടുത്തോട്ടോ, ആരും വരുന്നതന്നെ. ഇത് കരിയത്തും പറയേണ്ട ഏരിയ എന്ന് തോന്നുന്നു. പെട്ടെന്ന് പിക്കെടുത്ത് ആള് വരുന്നതിന് മുമ്പ് എസ്കേപ്പ് കേട്ടോ. ഇവിടെ എന്താ അവസ്ഥ എനിക്കറിയില്ല. വണ്ടി അടുപ്പിച്ച് വെച്ചോ, പറഞ്ഞേരി, നല്ല പിക്ക് കിട്ടും. എന്നാ വാ കിട്ടോ. എല്ലായിടത്തും സീനാണ്. ഇതാണ് നമ്മുടെ കേരളം. പക്ഷേ റോഡ് അടിപൊളി കേട്ടോ, വ്യൂ അടിപൊളിയാണ്. ശരി, അവിടെ കുഴിയൊന്നും ഇല്ലായിരിക്കും. ഇവിടെ സ്വർഗമോ? നേരത്തെ ചങ്ങായി പറഞ്ഞ് ഇറക്കുന്നതിന് സീനൊന്നുമില്ല എന്നാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വേർക്കരുത്, വണ്ടി എടുത്ത് പോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്താണാവോ? കുഴപ്പമില്ല, ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ, കാരണം അവരെ നാടല്ലേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ നാട്ടിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാം. പക്ഷേ വേറൊരു സ്ഥലത്തുള്ള സമയത്ത് നമ്മൾ അവർ പറയുന്നത് കേൾക്കണം. അവരോട് മെല്ലെ വിട പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. ഇനിയിപ്പം പോണ വഴി ജസ്റ്റ് ഒരു കട്ടൻ ചായ കുടിക്കണം, എന്നിട്ട് ഡയറക്റ്റ് വീട്ടിലോട്ട് ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിർത്തുക, കട്ടൻ ചായ കുടിക്കുക, എസ്കേപ്പ്. ഈ നായ എപ്പോഴും ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കെന്തായാലും ആ റൂട്ടിന് പോകണ്ട, അവിടെ പണിയെടുന്ന് നിൽക്കുകയാണ്, ഈ റൂട്ട് പോകാം. ഇനി വയ്യ, ചാടി 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 എൻ്റെ ലെഫ്റ്റിലെ ഹാൻഡിൽ ഗാർഡ് ലൂസായിപ്പോയി. അതൊന്ന് വീട്ടിൽ ചെന്ന് ടൈറ്റ് ആക്കണം. വ്യൂ അടിപൊളി കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, എത്ര കണ്ടാലും മതി വരാത്ത വ്യൂ. എടാ പേടിച്ച് നോക്കുന്നു ഇഷ്ട. അപ്പം ഞാനെന്തായാലും അധികം കരുത്തുംപാറ വരുമ്പം ഈ ഒരു സ്പോട്ടുണ്ട്. അതായത് നമ്മൾ ഈ റോഡിൽ നിന്ന് വരുമ്പോൾ ലിറ്ററലി കാണാം ഈ ഒരു ചായക്കട. നല്ല അടിപൊളി വൈബാണ്. ഇവിടെ നിന്നാണ് മോസ്റ്റ്ലി ഞാൻ ചായ കുടിക്കാറ്. ഓക്കെ ചായയാണ്, പക്ഷേ അത് കുടിച്ച് കഴിയുമ്പോൾ കൊച്ചെടുക്കാം മണ്ടാരടാ. പക്ഷേ അത് കുടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, അത് സെറ്റ്. അപ്പുറം ചായ കുടിക്കുക, പിന്നെ നേരെ കോഴിക്കോട്. എൻ്റെ സ്റ്റോറി. ഞാൻ എന്തായാലും കുറച്ച് പിക്സ് എടുക്കട്ടെ. വണ്ടി സെറ്റാണ് കാണാൻ. കുറച്ചൊരു എന്താ പറയുക, ഏർലി മോർണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നല്ല രസം ഈ ഒരു സ്ഥലം കാണാൻ. അപ്പോൾ അങ്ങനെ ചായയും പൂരിയും ചെറുപയറൊക്കെ കഴിച്ച് ഫുള്ളൊന്ന് റീഫ്രഷായി.
ഇന്നത്തെ ഫുഡ് ആക്ച്വലി നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ അവിടെ. സോ യാ, എനിവേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്.